പുടിനെ ഏതാണ്ട് കൈവിട്ട മട്ടിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇടയ്ക്ക് ഉത്തര കൊറിയയുമായും ബന്ധം സ്ഥാപിക്കാൻ US ശ്രമം നടത്തിയിരുന്നു. USുമായി ചർച്ചയാകാം, എന്നാൽ ഒരു നിബന്ധനയുണ്ടെന്നാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ പറയുന്നത്. ഉത്തര കൊറിയ ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് നിർത്തിയാൽ USുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കിം പറഞ്ഞു. USന്റെ ഉപരോധങ്ങൾ അവസാനിപ്പിക്കാൻ ആയുധശേഖരം ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് കിം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന ആവശ്യം അമേരിക്ക ഉപേക്ഷിക്കണം, യാഥാർത്ഥ്യം അംഗീകരിക്കണം, സമാധാനപരമായി സഹകരണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും കിം പറഞ്ഞു. പ്യോങ്യാങ്ങിൽ നടന്ന സുപ്രീം പീപ്പിൾസ് അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് കിം ഇക്കാര്യം പറഞ്ഞത്. USന്റെ ആദ്യ പ്രസിഡന്റായിരുന്ന സമയത്ത് ട്രംപുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തിയ കാര്യവും ഉത്തര കൊറിയൻ നേതാവ് ഓർമ്മിച്ചു. ചൈനയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന കൃത്യമായ നിലപാടും കിം പ്രഖ്യാപിച്ചു. ചൈന ബന്ധം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും കിം ജോങ് ഉൻ പറഞ്ഞു. സ്റ്റേറ്റ് മീഡിയ KCNA ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഉത്തര കൊറിയയുടെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അഭിനന്ദന സന്ദേശം അയച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് കിമ്മിൻ്റെ പ്രതികരണം. ഈ മാസം ആദ്യം കിം ചൈന സന്ദർശിച്ചിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനൊപ്പം കിം സൈനിക പരേഡിൽ പങ്കെടുക്കുകയും ചെയ്തു. ഉത്തര കൊറിയയുടെ എല്ലാവിധ ആവശ്യങ്ങൾക്കും പ്രധാന പിന്തുണ നൽകുന്ന രാജ്യമാണ് ചൈനയെന്നും കിം പറഞ്ഞു. നിലപാടുകൾ നിമിഷം തോറും മാറുന്ന നേതാവാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പുടിനെ ചേർത്ത് നിർത്തിയും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ തള്ളിപ്പറഞ്ഞും അമ്പരപ്പിച്ചിരുന്നു. യുക്രൈന് നൽകിയിരുന്ന സഹായങ്ങളും ട്രംപ് നിർത്താൻ തീരുമാനിച്ചിരുന്നു. ഇപ്പോഴിതാ പുടിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ട്രംപ്. റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ മുഴുവൻ തിരിച്ചു പിടിക്കാൻ യുക്രൈന് സാധിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. മുൻ നിലപാടിൽ നിന്നുള്ള ട്രംപിൻ്റെ കരണം മറിച്ചിലാണിത്. ക്രൈമിയ ഉൾപ്പെടെ റഷ്യ പിടിച്ചെടുത്ത ഭൂമി യുക്രൈനിൽ തിരികെ ലഭിക്കില്ലെന്നായിരുന്നു ട്രംപ് നേരത്തെ പറഞ്ഞത്. റഷ്യ വെറും കടലാസ പുലിയാണെന്ന് ട്രംപ് വിമർശിച്ചു. നാറ്റോയ്ക്ക് ആയുധം നൽകുന്നത് തുടരും. പുടിനും റഷ്യയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇതാണ് യുക്രൈന് പറ്റിയ സമയമെന്നും ട്രംപ് പറഞ്ഞു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപിൻ്റെ പ്രതികരണം. യുക്രൈൻ്റെയും റഷ്യയുടെയും സൈനികവും സാമ്പത്തികവുമായ സാഹചര്യം അവലോകനം ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ട ഭൂപ്രദേശങ്ങൾ യൂറോപ്യൻ യൂണിയൻ്റെ സഹായത്തോടെ തിരിച്ചുപിടിക്കാൻ യുക്രൈന് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. സമയവും ക്ഷമയും യൂറോപ്പിൻ്റെയും നാറ്റോയുടെയും സഹായവും ഉണ്ടെങ്കിൽ യുദ്ധം ആരംഭിക്കുമ്പോൾ അതിർത്തിയിൽ എങ്ങനെയായിരുന്നോ ആ നിലയിലേക്ക് യുക്രൈന് തിരിച്ചു വരാൻ സാധിക്കും. റഷ്യ വെറും കടലാസ് പുലി മാത്രമാണ്. യഥാർത്ഥ സൈനിക ശക്തിക്ക് ഒരാഴ്ച കൊണ്ട് വിജയിക്കാൻ കഴിയുന്ന യുദ്ധമാണ്. ലക്ഷ്യബോധമില്ലാത്ത റഷ്യ 3.5 വർഷമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പുടിനും റഷ്യയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇതാണ് യുക്രൈന് പറ്റിയ ഏറ്റവും നല്ല സമയം. ഞാൻ നാറ്റോയ്ക്ക് ആയുധങ്ങൾ നൽകും, അത് തുടരും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് നാറ്റോ തീരുമാനിക്കും, ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു.